ഇന്ന് എന്താണ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ. ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ, ഉപ്പും മുളകും, അതായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അതാണ് കറക്റ്റായിട്ട് വന്നതുണ്ടോ? കാരണം നമ്മൾ ഈ ഒരു അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ധാരണ ഉള്ള ഒരാളാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഇന്ത്യൻ മസാല ഇട്ടേച്ച് ഫ്രൈ ചെയ്തേച്ച് വീണ്ടും ഒരു ഒനിയൻ മസാല ഉണ്ടാക്കും. ക്യാരറ്റ് നമ്മളൊന്ന് റെഡിയാക്കിയൊക്കെ വെച്ചത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുളമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഗ്രീൻ ബർഗ് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ തന്നെയാണ് ഉദ്ദേശം. പക്ഷേ ഞാനിവിടെ ഒരു ഗസ്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ കാഴ്ച നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കാഴ്ച കേട്ടോ. ഇപ്പം കിട്ടും എന്നുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചൂണ്ടയിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പലപ്പോഴായിട്ട് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടി ചൂണ്ടയിടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്വന്തമായി ചൂണ്ടയിടുന്നത് ഇതാദ്യമായിട്ടാണ്. അടിപൊളി. അങ്ങനെ ആദ്യമായിട്ട് ചൂണ്ടയിട്ടത് അടിപൊളിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഏതാണ് ഫിഷ് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇവിടുത്തെ ഷെഫിനോടൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏതാണെന്ന് എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ ഒരെണ്ണം കിട്ടിയ സ്ഥിതിക്ക് ഒന്നുകൂടെ നമുക്ക് ട്രൈ നോക്കിയാലോ? ഒന്നുകൂടെ ട്രൈ നോക്കാം. എന്തായാലും രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മൂന്നാലെണ്ണം കൂടെ കിട്ടിയതിന് ശേഷമേ ഞാൻ എന്തായാലും മുകളിലോട്ടുള്ളൂ. എന്നിട്ട് വേണം പാചകപ്പുരയിലേക്ക് ചാടിക്കയറാൻ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ചയെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വാ, നമുക്ക് പാചകപ്പുരയിൽ കാണാം, രുചിക്കാഴ്ചയിലേക്ക്. അപ്പോൾ കാഴ്ചകൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ രുചിക്കാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഷെഫിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എവിടെ സ്ഥലം? ഇവിടെ കുളമാവ് തന്നെ. കുളമാവ് തന്നെ, തൊട്ടടുത്ത അതെ ആള് തന്നെയാണ്. എത്ര വർഷമായി ഇവിടെ? 17 വർഷമായി. 17 വർഷമായി. ഓ, നീണ്ട കാലയളവാണ് അല്ലേ? ഓക്കെ, പേര് ചോദിച്ചില്ല. രതീഷ്. ഓക്കെ. അപ്പോൾ നമ്മുടെ രതീഷ് ഭായി ആണെന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ രതീഷ് ഭായി, ഇന്ന് എന്താണ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ. ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ, അതായത് നമ്മുടെ നാടൻ കുരുമുളക്, പച്ച കുരുമുളകിൻ്റെ ഫിഷ് ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ച കുരുമുളക് തൊട്ട് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് ഫ്രൈ നമുക്ക് അത് ആദ്യമായിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടി തുടങ്ങിയല്ലോ. ഓക്കെ. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഈ ബൗൾ അല്ലേ? ഓക്കെ. ഇത് മിക്സ് ചെയ്യാൻ പോകും അല്ലേ? മിക്സ് ചെയ്യാം, നമ്മൾ പേസ്റ്റ് ആക്കാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം വേണ്ടത്? ജിഞ്ചർ ഇടാം. ഓക്കെ. ഇത് എത്ര? നമുക്ക് 2 സ്പൂൺ മതി അല്ലേ? നമ്മൾ ചോപ്ഡ് ജിഞ്ചർ 2 സ്പൂൺ മതി. ഗാർലിക് 2 സ്പൂൺ. ഓക്കെ. ഇനി സ്മോൾ ഒനിയൻ. അത് എത്ര എണ്ണം വേണം? അതൊരു 5 എണ്ണം കേട്ടോ. 5 എണ്ണം അല്ലേ? 3, 4, 5. 6 എണ്ണം ആയിപ്പോയി അല്ലേ? കുഴപ്പമില്ല. ഗ്രീൻ ചില്ലി ഇതെങ്ങനെ തന്നെ കിട്ടാൽ മതി. ഓക്കെ. എത്ര എണ്ണം? 3 എണ്ണം കേട്ടോ. 3 അത്യാവശ്യം നല്ല സൈസിലുള്ള 3 എണ്ണം അല്ലേ? നമ്മുടെ പെപ്പർ. ഇതാണ് ഇനി നമ്മൾ പെപ്പർ നമ്മൾ എത്ര ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്? അതൊരു 4 എണ്ണം വേണം. 4 എണ്ണം. ഓക്കെ. 4 പെപ്പറിൻ്റെ ഇത്. പെപ്പർ ഇവിടെ ഉണ്ടോ? ഉണ്ട്, നമ്മുടെ തന്നെ. പെപ്പറും ഇതൊക്കെ ഇവിടെ ഫാമിലുള്ളതാണ് അല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പോൾ ഫാമിൽ നിന്ന് നേരിട്ട് ഉള്ള ഐറ്റംസാണ് ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് എത്ര എണ്ണം? 3 എണ്ണം അല്ലേ? 4 എണ്ണം. ഫിഷും നമ്മുടെ ഫിഷും അത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തു. ഷെഫ് ആ സമയത്ത് അവിടെ ഉണ്ടായില്ല. ഷെഫിനോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, നമ്മൾ ഈ ഫിഷിൻ്റെ പേരെന്താണ്?
ഇത് സിലോപ്പിയ. ഓക്കെ ഓക്കെ. അപ്പോൾ 4 നമ്മൾ കുരുമുളക് ഇട്ടു. ഇനി സാൾട്ട് ഇട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടെ കുറച്ചുകൂടെ മതി അല്ലേ? ഇനി പെപ്പർ എത്ര? അതൊരു ഇട്ടു 2 സ്പൂൺ. കുറച്ചുകൂടെ ഇച്ചിരി കൂടെ മതി. ഇനി കറിവേപ്പില കുറച്ചുകൂടെ ഇട്ടു. കുറച്ചുകൂടെ അല്ലേ? ഇനി ലൈം ജ്യൂസ്. ഇത് ലൈം ജ്യൂസ്. അപ്പോൾ ഇത് നമുക്ക് ഇനി മിക്സിയിൽ അടിക്കണം അല്ലേ? ഇത് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണം. മിക്സിയിൽ അല്ലാതെ നമുക്ക് കല്ലിൽ വേണമെങ്കിൽ കല്ലിലും വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ അല്ലേ, ലൈം ജ്യൂസ് ഉണ്ട്, ചോപ്ഡ് ഗാർലിക് ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, അത് നടുവേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, മിന്റ് ലീഫ് ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്, പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ആയിട്ടുള്ള പച്ചക്കുരുമുളക്, കറിവേപ്പില, പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചോപ്ഡ് ജിഞ്ചർ. ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഇത് എത്രയാണ് വേണ്ടത്? ഒരു പിടുത്ത് വിട്ടു മൊത്തം അല്ലേ? മൊത്തം വേണ്ട, അതിൻ്റെ ഇത്രയും മതിയോ അല്ലേ? കുറച്ചുകൂടെ ഓക്കെ മതിയായി. അപ്പോൾ ഇത് മിക്സിയിൽ നമ്മൾ അരച്ച് കൊണ്ടുവരാൻ പോവാണ്. ഷെഫ് ഒരു മിനിറ്റിൽ ഇത് ഫുൾ റെഡിയാക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ 1 മിനിറ്റ് സമയം. ഓക്കെ, അങ്ങനെ ഈ മസാല കൂട്ട് അല്ലേ, അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല കൂട്ട് നമ്മുടെ പച്ച കുരുമുളക് ഇട്ട സംഭവമൊക്കെ ആയിട്ട് നമ്മുടെ രതീഷ് ഭായ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫിഷിലേക്ക് ഇത് നമ്മൾ തേച്ച് വയ്ക്കുക അല്ലേ, മിക്സ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് ഏത് ഫിഷാണ്? ഇത് അനാബസ്. ഇത് അനാബസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് സിലോപ്പിയ. അപ്പോൾ അതും കൂടെ ഒരെണ്ണം ഉണ്ട് അല്ലേ? ഓക്കെ, അത് മാറ്റി വെച്ചിരിക്കുകയാണ് സ്പെഷ്യലായിട്ട്. ഞാൻ വിചാരിച്ചു ഇത് 2 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ചൂണ്ടയിട്ടപ്പോൾ ആദ്യം കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇതിനെ റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഫസ്റ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു സിലോപ്പിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനാണ് നമ്മളിന്ന് ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മസാല തേക്കാം. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണല്ലേ? അതെ, നമ്മുടെ ഗ്രീൻബർഗിൻ്റെ. നല്ല ഡീപ്പ് ഫ്രൈ ആണോ ചെയ്യുന്നത് അതോ? ഇല്ല, സോഫ്റ്റായിട്ട് ചെയ്യുന്നത് അല്ലേ? ഫിഷിൽ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവം ഇവിടെ ഉള്ളത്? നമുക്ക് ഫിഷ് മോളി ഉണ്ട്, പിന്നെ മസാല ഫ്രൈഡ് ഫിഷ് അല്ലേ? അതെന്തൊക്കെയാണ് അതിൻ്റെ ഒരു കൂട്ട് എന്തൊക്കെയാണ്? അത് നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഇന്ത്യൻ മസാല ഇട്ടേച്ച് ഫ്രൈ ചെയ്തേച്ച് വീണ്ടും ഒരു ഒനിയൻ മസാല നമ്മൾ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ ഇതിനെ നന്നായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട്. അത് ഇത് വീട്ടിലായാലും മുഴുവൻ കളഞ്ഞിട്ടുണ്ടല്ലേ? വീട്ടിലായാലും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് എന്നാണ് നമ്മുടെ രതീഷ് ഭായ് പറയുന്നത്. മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇമ്മീഡിയറ്റ്ലി ഫ്രൈ ആവോ അതോ? ഒരു 15 മിനിറ്റ്. ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് എന്തായാലും നമ്മൾ ഇത് മാറ്റി വെച്ചേക്കണം. അങ്ങനെ കേട്ടോ, 3 എണ്ണം നേരത്തെ ഇവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനെയും കൂടെ മസാല ചേർത്ത് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വലിപ്പമുള്ള മീനാണ് അല്ലേ? 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇതിനെ 3 കൂടെ നമുക്ക് അതിനകത്ത് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. രതീഷ് ഭായ് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സംശയമൊന്നുമില്ല. ഓക്കെ, കത്തിക്കാം. അപ്പോൾ അടുത്ത ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ. രതീഷ് ഭായിയോട് ചോദിക്കുന്നത്, രതീഷ് ഭായിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് രതീഷ് ഭായ് ഉണ്ടാക്കുന്ന ഡിഷ് ഏതാണ്? ആത്മാർത്ഥമായിട്ട് ഉള്ളി തട്ടി പറയാം. കേരള ഫിഷ് കറി, പിന്നെ അടപ്രഥമൻ. ഒരു ജമ്പാണല്ലോ, അതായത് കേരള ഫിഷ് കറി ഒറ്റ ജമ്പ് നേരെ അടപ്രഥമനിലേക്ക്. അതെന്താണ് അങ്ങനെ? അടപ്രഥമൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആണല്ലേ? അടപ്രഥമൻ ഇഷ്ടമാണ് അല്ലേ? അത് പറ, ഫിഷ് കറി ഇഷ്ടമാണ്. ഓക്കെ. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ടല്ലേ? നമ്മുടെ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ നമുക്കത് നല്ല ഡീപ്പായിട്ടല്ലോ, ഒരു ചെറിയ രീതിയിൽ എടുക്കാം. പച്ചക്കുരുമുളക് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അത് ഗംഭീര ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷ് കറി, കേരള ഫിഷ് കറിയും കൂടെയാണ്. അപ്പോൾ ഫിഷിൽ എന്തായാലും ആർക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. നോൺ വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കുക? വേറെ മട്ടൻ, ബീഫ്.
ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി ഉണ്ട്, ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി ഏത് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത്? കൈമ റൈസിൽ നമ്മുടെ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി. ദം ബിരിയാണി. ഈ ഭാഗത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബിരിയാണി? ഗൾഫിൽ ഒരു വർഷം ഉണ്ടായിരുന്നു, അവിടെ അന്നേരം തലശ്ശേരി ബിരിയാണി ആയിരുന്നു. തലശ്ശേരി ബിരിയാണി. അപ്പോൾ ഇവിടെ ഒന്നും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ? ഖത്തറിൽ ഒരു വർഷം ഉണ്ടായിരുന്നു. ഓക്കെ. ഉപ്പും മുളകും അതായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അതാണ്ടോ കറക്റ്റായിട്ട് വന്നതുണ്ടോ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്? അപ്പോൾ എന്തായാലും അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ള ഡിഷുകൾ ഫിഷ് അല്ലാതെ? ചില റാബിറ്റ് ഉണ്ട്, കാടയുണ്ട്. റാബിറ്റുണ്ട്, ഓക്കെ. കാട എന്താ ഫ്രൈ? കാട ഫ്രൈ. വേറെ കടയിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും? കാട ഫ്രൈ ഏറ്റവും നല്ലത്. പിന്നെ മസാലക്കൂട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ജസ്റ്റ് കുറച്ച് ചെറിയുള്ളി, ജിഞ്ചർ, ഗാർലിക്ക് എല്ലാം കൂടെ സോട്ട് ചെയ്ത് കുറച്ച് തക്കാളി, ടൊമാറ്റോ സോസ്, ലൈം ജ്യൂസ് മതി. ഈ ലൈം ജ്യൂസ് ഇതിനകത്ത് ചേർക്കുന്നതിന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്താണത്? അത് മീറ്റിനകത്ത് നല്ലപോലെ അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ അജിനോമോട്ടോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അജിനോമോട്ടോ യൂസ് ചെയ്യുന്നില്ല അവിടെ പ്രത്യേകമായിട്ട് ഇത് എഴുതി. അജിനോമോട്ടോ, കളർ എല്ലാം നാച്ചുറൽ, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നതല്ല. ശരിക്കും ഈ ലൈമ് നമ്മൾ സാധാരണ ഡിഷ് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ശരിക്കും മുകളിൽ ആണല്ലോ യൂസ് ചെയ്യുന്നത്. പല ആൾക്കാരും അങ്ങനെ കഴിക്കുന്നത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല. കാരണം നമ്മൾ ഈ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ധാരണ ഉള്ള ഒരാളാണ്. തിരിച്ചിടാതായോ? ആയി വരുന്നു അല്ലേ? അപ്പോൾ ഇത് എത്ര സമയം എടുക്കും നമുക്കിത് ഫ്രൈ ആയി വരാൻ? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. ഫോറിനേഴ്സ് വരാറുണ്ടോ ഇങ്ങോട്ടേക്ക്? ഉണ്ട്. ഇപ്പോഴായില്ലാത്ത ഈ കൊറോണ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഫോറിനേഴ്സൊന്നും വരുന്നില്ല. അവർ വരുന്ന സമയത്ത് അവർ സാധാരണ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഡിഷുകളാണ്? അവർ കോണ്ടിയാണ്. കോണ്ടിയായിട്ട്. ഓക്കെ. നമ്മുടെ ഈ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ഉണ്ട്, നോക്കാറുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ടാലോ? തിരിച്ചിടാം. പക്ഷെ എന്നാലും കൃത്യമായിട്ടുള്ള സമയപ്പോൾ അദ്ദേഹം തിരിച്ചിടാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷിനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. എനിക്കിത് കഴിക്കാൻ ഇങ്ങനെ ആക്രാന്തത്തിൽ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അതും കൂടെ ഇനി റെഡിയായി വരണമല്ലോ. നമ്മുടെ രതീഷ് ഭായ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. വളരെ ഫാസ്റ്റായിട്ടാണ് സംഭവം സെറ്റായത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് അല്ലേ? അതെ. അനാബസ് അല്ലേ? എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കുകയും വേണം അല്ലേ? പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. നമ്മുടെ ക്യാരറ്റ് നമ്മളൊന്ന് റെഡിയാക്കിയൊക്കെ വെച്ചത് ചെറുതായിട്ട് തെറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ മനോഹരമായ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഈ കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കാഴ്ച കേട്ടോ, നല്ല മണം അടിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യാം. കാണും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കാഴ്ചയെ കണ്ടു കഴിഞ്ഞു. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം അല്ലേ? സോഫ്റ്റ് അല്ലേ എന്ന് ചോദിക്കേണ്ട. ശരിക്കും ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചേ, ഡീപ് ഫ്രൈ എന്ന് വേണ്ടാന്ന് പറയുകയും ചെയ്തു. കുറച്ച് ഡീപ് ഫ്രൈ ആയോ എന്നൊരു സംശയം പോലെ എനിക്ക് വരികയും ചെയ്തു. പക്ഷേ ഇത് ഡീപ് ഫ്രൈ ആയിട്ടേ ഇല്ല. ഭയങ്കര പ്രത്യേകത അല്ലേ? അത് ഒരു കണക്കാണ് അല്ലേ? അത് പക്ഷേ നമുക്ക് ഇത് പുറമേ കാണുമ്പോൾ നമുക്ക് ഡീപ് ഫ്രൈ ആയെന്ന് തോന്നും. പക്ഷേ ഉള്ളു ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. തിലോപ്പിയ കഴിച്ചു, ഇനി നമുക്ക് അനാബസ് കഴിച്ചു നോക്കാം.
മസാല കൂട്ട് നമ്മൾ ഒന്നാണെങ്കിലും രണ്ടിൻ്റെയും ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് നിൽക്കുന്നു അല്ലേ? എനിക്കൊന്ന് ആ ഫിഷിൻ്റെ ടേസ്റ്റാണ് തോന്നുന്നു. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ടേസ്റ്റാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. രതീഷ് ഭായ് തകർത്തു, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. താങ്കളുടെ ഫിഷ് കറിയാണ് താങ്കൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് തകർത്തിട്ടുണ്ട്. എന്തായാലും നല്ല സോഫ്റ്റായിട്ട്, നമുക്ക് അത്രയും ഡീപ്പാവാതെ ഉള്ളു ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല രസകരമായി നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഗ്രീൻ ബർഗിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ വിഭവം നിങ്ങൾ ചോദിച്ച് മേടിച്ച് രതീഷ് ഭായെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് കഴിക്കണം കേട്ടല്ലോ. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഈ മീൻ ഞാൻ കഴിക്കാനുള്ള ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂണ്ടിട്ട് പിടിച്ചുകൊണ്ട് ചിലപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അതെ അല്ലേ? നല്ല വൃത്തികെട്ട ചളിയല്ലേ? ആ ചിരിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും കൂടുതൽ ചളിയടിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ മനോഹരമായ കാഴ്ചയിൽ നിന്ന് എന്തായാലും ഞാനും രതീഷ് ഭായിയും യാത്ര പറയാൻ പോവുകയാണ്. അടുത്ത ആഴ്ച അടിപൊളി വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയമാണല്ലോ ഫിഷ് ഫ്രൈ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ. നമ്മുടെ ഈ വെറൈറ്റി ഫിഷ് ഫ്രൈയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നല്ല പച്ച കുരുമുളകാണ് കേട്ടോ. അപ്പോ ഇന്ന് നമ്മുടെ ഈ സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈക്ക് വേണ്ടി സിലോപ്പിയയും അനാബസ് എന്ന 2 രുചികരമായ വളർത്തു മീനുകളെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈക്ക് വേണ്ടി എടുത്തിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 5 എണ്ണം, പച്ചമുളക് 3 എണ്ണം, പച്ചക്കുരുമുളക് 4 എണ്ണം, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, നാരങ്ങയുടെ നീര് 2 സ്പൂൺ, പുതിനയില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 250 ഗ്രാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അപ്പോ ആദ്യം 2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 5 ചെറിയ ഉള്ളി അരിഞ്ഞതും 3 പച്ചമുളകും 4 പച്ചക്കുരുമുളകും ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും 2 സ്പൂൺ നാരങ്ങയുടെ നീരും പിന്നെ ആവശ്യത്തിന് പുതിനയും ചേർത്ത് മിക്സറിലോ മറ്റോ നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ 2 മീൻ സിലോപ്പിയയും അനാബസും നന്നായി വൃത്തിയാക്കി എടുത്ത ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടി വെക്കാം. ആ സ്പെഷ്യൽ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടിയ ശേഷം അത് മീനിലേക്ക് നന്നായി പുരളാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. സ്പെഷ്യൽ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടിയ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ സ്പെഷ്യൽ മസാലക്കൂട്ട് പുരട്ടി വച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് ഇരുവശവും തിരിച്ചും മറിച്ചും വേവിച്ചോ ഫ്രൈ ആക്കിയോ എടുക്കാം. മൊരിഞ്ഞത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തു എടുക്കാം കേട്ടോ. ഇതോടെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ഇഷ്ടമുള്ള നിങ്ങൾ എന്തായാലും നമ്മുടെ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം.